റജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റജി ലൂക്കോസ്, ഇത് മറ്റെവിടെയുമല്ല, മൊറാഴയിലാണ്. 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയിരിക്കുന്നത്. എന്തു വലിയ കൊടുങ്കാറ്റുണ്ടായാലും CPM-ന്റെ സമ്മേളനത്തിനൊന്നും സംഭവിക്കാറില്ല. ഇത് ഒരു അംഗനവാടി ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സമ്മേളനം പൂർണ്ണമായി മുടങ്ങാൻ മാത്രം അടിത്തറ ഇളകുന്നുണ്ടോ CPM-ന്റെ? അല്ല, അത് നിങ്ങൾ ഇതിന് വലിയൊരു വാർത്താപ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാനൊരു പാർട്ടി മെമ്പറാണ്. സ്വാഭാവികമായിട്ട് പ്രാദേശികപരമായിട്ടുള്ള ചില കാരണങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങളാൽ, ചിലപ്പോൾ അല്ലെങ്കിൽ സഖാക്കളുടെ എന്തെങ്കിലും അസൗകര്യത്താൽ ഡാൻസ് സമ്മേളനമൊക്കെ 1-2 ദിവസം അങ്ങോട്ട് മാറ്റി വെക്കുന്നത് സ്വാഭാവികമാണ്. അതൊക്കെ എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ അടിത്തറ തകർന്നു എന്നൊക്കെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ തന്നെ എന്നെ അതിശയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഗോവിന്ദ മാസ്റ്ററെ പോലുള്ള സമന്നതരായ നേതാവിന്റെ ബ്രാഞ്ചിൽ ആ ഒരു സമ്മേളനം മാറ്റുന്നതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ കാണും. അതുകൊണ്ട് അവിടെ ഇനിയിപ്പോൾ പാർട്ടിയുടെ സമ്മേളനം നടക്കത്തില്ല, ബ്രാഞ്ച് സമ്മേളനം നടക്കത്തില്ല, അടിത്തറ ഇളയെന്നൊക്കെ പറയുന്നത് ദുർവ്യാഖ്യാനമാണ്. ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായ ഒരു പ്രക്രിയ എന്ന് മാത്രമേ ഉള്ളൂ. ആരും വന്നില്ല എന്നാണ് നിങ്ങളുടെ റിപ്പോർട്ടർ. ഞാൻ ആ വാർത്തയുടെ വികസനത്തിലേക്കൊന്നും എനിക്ക് അറിയത്തില്ല. റിപ്പോർട്ടർ പറഞ്ഞതനുസരിച്ച് ആരും വന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവരൊരു മാറ്റം, ഡേറ്റ് മാറ്റി, അതറിയാതെ കൊണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയയിൽ നിന്നുള്ള പ്രതിനിധി ആരെങ്കിലും വന്നേ. സാധാരണ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഏരിയ പ്രതിനിധികൾ പങ്കെടുക്കാറില്ല, ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളാണ് പങ്കെടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ ഈ കൊട്ടിക്കോശി ഇങ്ങനെ ഒരു പാർട്ടിയുടെ അടിത്തറ ഇളകി CPM കേരളത്തിൽ തകർന്നു എന്നൊരു ബ്രാഞ്ച് കമ്മിറ്റി ഡേറ്റ് മാറിയതിന്റെ പേരിൽ നിങ്ങൾ ആഘോഷിക്കുന്നതിനകത്തൊരു സമ്മേളനം കൃത്യമായി നടക്കും. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സമ്മേളനം അവിടെ മുടങ്ങിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച് സമ്മേളനം നടത്തുക എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ ചെയ്യുക. ഒരു അംഗനവാടി ജീവനക്കാരെ മാറ്റിയതിന്റെ പേരിൽ സമ്മേളനം പൂർണ്ണമായും ഇല്ലാതാകെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതും അങ്ങ് പറഞ്ഞ പോലെ പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ അല്ല. ഞാൻ പറയുന്നത് എനിക്ക് വളരെ ഉത്തരവാദിത്തോടെ പറയാൻ പറ്റും. കാരണം വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഡേറ്റുകൾ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു പാർട്ടി മെമ്പറാണ്. ഞാൻ ബ്രാഞ്ച് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്ത ആളാണ്. അപ്പൊ എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റി. അസൗകര്യങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഏത് സംഭവവാസങ്ങളും ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ തന്നെ അറിയുന്ന അങ്ങ് പാർട്ടി മെമ്പർ ആകേണ്ട ആവശ്യവുമില്ല. CPM-ന്റെ സമ്മേളനം ഏത് തരത്തിൽ നടക്കുന്നു എന്നൊരു സാധാരണക്കാരന് വരെ അറിയാം. അത് അങ്ങനെ മുടങ്ങാറില്ല എന്നുള്ള കാര്യവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇവിടെ അസൗകര്യമല്ല, ഇവിടെ കൃത്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുടങ്ങിപ്പോയത്. അല്ല, അത് നിങ്ങളുടെ വാർത്തയിൽ പറയുന്നില്ല അവിടെ പ്രശ്നമുണ്ടെന്നുള്ളത്. പാർട്ടിയുടെ ബ്രാഞ്ച്, സാധാരണ ബ്രാഞ്ചിൽ മെമ്പർമാർ എന്ന് പറഞ്ഞ ഒരു 20 താഴെ കാണത്തില്ല. അവർക്ക് അസൗകര്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസിന്റെ ഒക്കെ പേരിൽ ഡേറ്റ് മാറ്റി വെക്കും. അത് സ്വാഭാവികമാണ്. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു പ്രാധാന്യം ഇക്കാര്യത്തില്ല. ഞാനത് നിങ്ങളോട് അറിയാൻ സാധിക്കുന്നത് അവിടെ സമ്മേളനം മുടങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ്. അതും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്ടിൽ മൊറാഴയിൽ 5ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് അംഗനവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിനെ ചൊല്ലി ഇപ്പോൾ മുടങ്ങിപ്പോയിരിക്കുന്നത്.